അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഡിമാൻഡ് തുടങ്ങിയായിരുന്നു അല്ലേ? ഡിമാൻഡ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കഴിഞ്ഞതിന് ശേഷം ഡിമാൻഡ് തുടങ്ങി. ഡിമാൻഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ തിങ്. ഞാൻ പറഞ്ഞ ഒരു സാധനം നമുക്ക് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് എബിലിറ്റി മീൻസ് പണം വേണം, മറ്റൊന്ന് വില്ലിംഗ്നെസ് മനസ്സ് വേണമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാവുമല്ലോ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡാണ്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ പറഞ്ഞത്. ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെല്ലാം സാധന സേവനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നവരാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സാധന സേവനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നവരാണ് അല്ലെ? ഒരുപാട് നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? കടയിൽ നിന്ന് ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഈ ഡിമാൻഡിൽ എന്ത് വരാം? വേരിയേഷൻസ് വരാറുണ്ട്. കാരണം നമ്മളിപ്പോ വീട്ടു സാധനങ്ങളാണെങ്കിൽ കൂടിയും അത് എന്ത് ചെയ്യും? അതിന്റെ അളവിൽ വ്യത്യാസം വരും. ഇപ്പൊ ഉള്ളിയാണെങ്കിലും അരിയാണെങ്കിലും മറ്റു പലവ്യഞ്ജന സാധനങ്ങളാണെങ്കിലും അതുപോലെ നിങ്ങളുടെ അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങളുടെ പഠനോപകരണങ്ങളാണെങ്കിലും ഇതിലൊക്കെ എന്ത് വരാറുണ്ട്? വേരിയേഷൻസ് വരും. ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവിൽ ചില അവസരങ്ങളിലെങ്കിലും വ്യത്യാസം വരാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ വ്യത്യാസം, അപ്പൊ നമ്മുടെ ഡിമാൻഡിൽ വേരിയേഷൻ വരുത്തുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയും. ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ചില അവസരങ്ങളിൽ ചില സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുതലായി വരും, ചില അവസരങ്ങളിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരാറുണ്ട്. അത് നമ്മൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോ ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡിനെ, കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഹെഡിങ് എന്താണ്? ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒരു വ്യക്തിയുടെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന് നമുക്ക് പറയാം പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, സാധനത്തിന്റെ വില. ഞാൻ പ്രൈസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്തിന്റെ പ്രൈസ് ആണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഏത് സാധനമാണോ നമ്മൾ വാങ്ങുന്നത് ആ സാധനത്തിന്റെ വില. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, സാധനത്തിന്റെ വില. രണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ഉപഭോക്താവിന്റെ വരുമാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലെ കുറച്ച്. മൂന്ന്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. നാല്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഭിരുചിയും താല്പര്യവും. ഇത്തരത്തിൽ 4 ഘടകങ്ങളാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. 4 മാത്രമല്ല, വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ലാസ്റ്റ് വൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. സാധനത്തിന്റെ വില, ഉപഭോക്താവിന്റെ വരുമാനം, ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില, ലാസ്റ്റ് വൺ പറഞ്ഞ എന്താണ്? ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യം. ഇവ ഓരോന്നും എങ്ങനെയാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഓരോ ഘടകവും ഡിമാൻഡിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴാണല്ലോ അത് സ്വാധീനിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് പ്രൈസ് തന്നെ എടുക്കാം. അപ്പോൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്ന, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അതായത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഈസ് ദ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇപ്പോൾ ഒരു സാധനത്തിന്റെ വിലയാണ് സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം, ചില സാധനങ്ങളുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പൊ ഫ്രൂട്ട്സിന്റെ കാര്യം തന്നെ എടുക്കാം. അപ്പൊ ഓറഞ്ച്, ചില അവസരങ്ങളിൽ ഓറഞ്ചിന് ഭയങ്കരമായ വില 100-150 രൂപ കിലോഗ്രാമിന് വരുന്ന അവസരങ്ങളുണ്ട്. ചിലപ്പോൾ
ചീപ്പായിട്ട് വരുന്ന അവസരങ്ങളുണ്ട്. കിലോഗ്രാമിന് 25 രൂപ അല്ലെങ്കിൽ 25 രൂപ അല്ലെങ്കിൽ 25 രൂപയ്ക്ക് താഴെ വരുന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട് ഇല്ലേ? അപ്പൊ അതെന്താണ്? പ്രൈസിൽ വേരിയേഷൻസ് വരുന്നത് കൊണ്ടാണ്. പ്രൈസിൽ വ്യത്യാസം വരും. അപ്പൊ ഈ പ്രൈസ് ഇപ്പൊ ഓറഞ്ചിന് കിലോഗ്രാമിന് 25 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഒക്കെ വാങ്ങാൻ ശ്രമിക്കും. വാങ്ങത്തില്ലേ? കാരണം വില കുറവായതുകൊണ്ട് വാങ്ങും, വീട്ടിലേക്ക് വാങ്ങും. ചില അവസരങ്ങൾ കിലോഗ്രാമിന് 180 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 1 കിലോ വാങ്ങാൻ പോകുന്ന നമ്മൾ ചിലപ്പോൾ 1/2 കിലോ മാത്രമേ വാങ്ങുകയുള്ളൂ. കാരണം പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50, 60, 70 രൂപ പ്രതീക്ഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ കടക്കാരൻ പറയുന്നു ഓറഞ്ചിന് 180 രൂപയാണ്. നമ്മൾ എന്ത് ചെയ്യും? 1/2 കിലോ മതി എന്ന് പറയും. അപ്പൊ ഡിമാൻഡ് അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. 1 കിലോ വാങ്ങാൻ പോയി നമ്മൾ എത്രയേ മേടിച്ചുള്ളൂ? 500 ഗ്രാം മാത്രമേ മേടിച്ചുള്ളൂ. അപ്പൊ അവിടെ ഡിമാൻഡ് കുറഞ്ഞു. ഇനി വേറൊരു അവസരത്തിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇതുപോലെ 50, 60, 70 രൂപയാണെന്ന് പ്രതീക്ഷിച്ചു പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു കിലോഗ്രാമിന് 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ 1 കിലോ വാങ്ങാനാണ് പോയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 2 കിലോയോ അല്ലെങ്കിൽ 3 കിലോയോ മേടിച്ചു കൊണ്ടുവരും. നമുക്ക് സന്തോഷമായി. കാരണം എന്താണ്? വില കുറഞ്ഞു. അപ്പൊ വില കുറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കൂടി. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഇൻക്രീസ്ഡ്. ഡിമാൻഡ് എന്ത് ചെയ്തു? വർദ്ധിച്ചിരിക്കുന്നു. ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ഡിമാൻഡിനെ സ്വാധീനിച്ചത്? പ്രൈസ് ആണ്. ആ പ്രോഡക്റ്റിന്റെ, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണ് അതിന്റെ ഡിമാൻഡിനെ സ്വാധീനിച്ചത്. ശരിയല്ലേ? അപ്പൊ നോക്ക്, പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഒരു സാധനത്തിന്റെ വില കൂടിയാൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. വില കുറഞ്ഞാലോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നോർമൽ ഗുഡ്സിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ വാങ്ങുന്ന, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വാങ്ങുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ 99% പ്രോഡക്ട്സിലും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്ക്, അങ്ങനെയാണ് വരിക. അപ്പോ നമുക്ക് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പറയാം, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് പറയാം. അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിന്റെ അളവും അല്ലെങ്കിൽ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവേഴ്സ് എന്താണ്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് വിപരീത ബന്ധമാണ് ഉള്ളത്. എന്ത് ബന്ധമാണ്? വിപരീത ബന്ധമാണ് ഉള്ളത്. ഇൻവേഴ്സ് ഓർ ഓപ്പോസിറ്റ് റിലേഷൻ ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതായത് വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് when price decreases demand increases. അല്ലേ? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ഒന്ന് കുറയുന്നു, മറ്റൊന്ന് കൂടുന്നു. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് റിലേഷൻ. അതിനെയാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. വിപരീത ബന്ധം എന്ന് പറയും. ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, വിപരീത ബന്ധം. അങ്ങനെ പറയാൻ കാരണം വില കൂടുമ്പോൾ, ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഓറഞ്ചിന്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ ഓണക്കാലമാകുമ്പോൾ നമ്മൾ മേടിക്കാൻ ചെല്ലുന്ന സാധനങ്ങൾ വില കുറവാണെങ്കിൽ നമ്മൾ കുറച്ചധികം വാങ്ങും. വില കുറവ് അല്ലെ? വില കൂടുതലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവ് വാങ്ങില്ല, നമ്മൾ കുറച്ച് മാത്രമേ വാങ്ങുകയുള്ളൂ. അപ്പൊ അവിടെ ഡിമാൻഡിനെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? പ്രൈസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു. സെക്കൻഡ് പോയിന്റ്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന സെക്കൻഡ് പോയിന്റ് ഏതാണ്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. അപ്പോ അനദർ ഫാക്ടർ അഫക്റ്റിംഗ് ഡിമാൻഡ് ഈസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഉപഭോക്താവിന്റെ വരുമാനം എന്ന് പറയും. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മുടെ വരുമാനം കൂടുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു വ്യക്തിയുടെ വരുമാനം കൂടുന്നു. അയാൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കുമോ, കുറച്ചു മാത്രം സാധനങ്ങൾ മേടിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കൈവശമുള്ള പൈസയുടെ അളവ് കൂടുന്നു. കൂടുതൽ പണം നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളൊരു സാധനം കൂടുതൽ മേടിക്കൂ, കുറച്ച് മേടിക്കൂ? തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ മേടിക്കാൻ കഴിയും. കഴിയില്ലേ? കഴിയും. എന്നാൽ നിങ്ങളുടെ കൈവശം കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ എങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? കുറവായി. അപ്പോ ഒരു ഉപഭോക്താവിന്റെ ഇൻകം കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. പ്രൈസ് പോലുള്ള റിലേഷൻഷിപ്പ് അല്ല ഇവിടെ പറയുന്നത്. വെൻ ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൾസോ
increases. അതായത് ഇൻകം കൂടുകയാണെങ്കിൽ ഡിമാൻഡും കൂടുതലായിരിക്കും അല്ലേ? നമ്മുടെ വരുമാനം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ നോക്കും. ഇപ്പം നമുക്ക് മന്ത്ലി 20,000 രൂപയാണ് നമ്മുടെ സാലറി എന്ന് സങ്കല്പിക്കുക. അതിന് നമ്മൾ ഒരു സാധന സേവനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 20,000 രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 25,000 രൂപ നമുക്ക് ലഭിക്കുന്നു. അതായത് 5,000 രൂപയുടെ ഇൻക്രിമെന്റ് ഉണ്ടായി നമ്മുടെ ഇൻകത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചധികം സാധനം നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നതിനോടൊപ്പം കുറച്ചധികം സാധനങ്ങൾ വാങ്ങില്ലേ? അപ്പൊ അവിടെ ഡിമാൻഡ് കൂടിയല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് when income increases demand also increases. അപ്പൊ ഇൻകം കൂടി ഡിമാൻഡും കൂടി, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഇൻകവും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? ഇൻവേഴ്സ് റിലേഷൻ ആണോ? നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. എന്ത് ബന്ധമാണ് ഉള്ളത്? ഡയറക്റ്റ് റിലേഷൻ. അതായത് ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ആർ ഡയറക്ട്ലി റിലേറ്റഡ്. ഡയറക്റ്റ് റിലേഷൻ. ഇവ തമ്മിൽ എന്ത് ബന്ധമാണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇൻകവും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് ഇൻകം ആൻഡ് ഡിമാൻഡ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് അല്ലെ? ഒരേ ദിശയിലുള്ള ബന്ധമാണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. കാരണം ഇൻകം കൂടുന്നു, ഡിമാൻഡും കൂടുന്നു. ഇൻകം കുറയുന്നു, ഡിമാൻഡും കുറയുന്നു. ഇൻകം കുറയുമ്പോൾ ഏതും കുറയും? ഡിമാൻഡും കുറയും അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇൻകവും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ചെയ്ത സാധനത്തിന്റെ അളവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓർക്കുക, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അവിടെ ഓപ്പോസിറ്റ് റിലേഷൻ. ഇവിടെ എന്താണ്? ഡയറക്റ്റ് റിലേഷൻ. ഒരേ ദിശയിലുള്ള ബന്ധം, പോസിറ്റീവ് റിലേഷൻ ആണ് ഇവ തമ്മിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. തേർഡ് പോയിന്റ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. നേരത്തെ നമ്മൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ് പറയുന്നത്. നമ്മൾ ഏത് സാധനം വാങ്ങുന്നോ ആ സാധനത്തിന്റെ വില. ഇവിടെ അതല്ല. നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ ഡിമാൻഡിനെ മറ്റൊരു സാധനത്തിന്റെ വില അഫക്റ്റ് ചെയ്യും. അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് ആ സാധനമല്ല, ആ സാധനത്തിന്റെ വിലയല്ല, പിന്നെയോ മറ്റൊരു സാധനത്തിന്റെ വിലയാണ്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സാധനത്തിന്റെ, ഏതോ ഒരു സാധനത്തിന്റെ വില. അപ്പൊ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയിൽ പറഞ്ഞത് ആ സാധനത്തിന്റെ വില ആ സാധനത്തിന്റെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. അതാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇവിടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അതുപോലെ ബി, എയും ബി എന്ന് പറയുന്ന രണ്ട് പ്രോഡക്ട്സ്. എയുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുക എയുടെ പ്രൈസ് ആയിരിക്കില്ല, പിന്നെയോ എയുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത് ബി എന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് ആയിരിക്കും. അങ്ങനെ അഫക്ട് ചെയ്യാൻ അഫക്ട് ചെയ്യണമെങ്കിൽ എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കണം. അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ റിലേഷനുള്ള ഗുഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പരസ്പര ബന്ധമുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, റിലേഷനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്. പരസ്പര ബന്ധമുള്ള രണ്ട് തരം സാധനങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതായത് മലയാളത്തിൽ നമ്മൾ പ്രതിസ്ഥാപന ഉൽപ്പന്നങ്ങൾ എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ബി എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ എന്ന് പറയും. അപ്പൊ പരസ്പര ബന്ധമുള്ള രണ്ടു തരം സാധനങ്ങളുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും പരസ്പര ബന്ധമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇവയാണ്. അപ്പൊ ഈ പരസ്പര ബന്ധമുള്ള സാധനങ്ങൾ എങ്ങനെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ അവിടെ ബന്ധം എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ, അല്ലെ, ഫോർ സാറ്റിസ്ഫൈങ് എ വാണ്ട് അല്ലെങ്കിൽ ഫോർ സാറ്റിസ്ഫൈങ് എ നീഡ്. അതായത് ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയും. അതായത് എ ഓർ ബി, ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് എ അല്ലെങ്കിൽ ബി മതിയാകും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലാവില്ലേ? ഫോർ എക്സാമ്പിൾ, കോഫി ആൻഡ് ടീ. രണ്ടും രണ്ട് പ്രോഡക്ട്സ് ആണല്ലോ, കോഫി ആൻഡ് ടീ.
ഇപ്പോ നമ്മൾ ടീ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ച് ഈ തേയില ഒരു ദിവസം കിട്ടിയില്ല എങ്കിൽ അയാൾ എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും? കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ? അപ്പൊ അത് പരസ്പരം ഒരാവശ്യത്തെയാണ് അവിടെ തൃപ്തിപ്പെടുത്തുന്നത്. ടീ ഓർ കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ടീ അല്ലെങ്കിൽ കോഫി ഓക്കെ ആണല്ലോ. അതുപോലെ മറ്റൊരു ബസ് ഓർ ട്രെയിൻ അല്ലെങ്കിൽ കാർ ഓർ ബസ്. നമ്മൾ ബസ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബസ് ഓർ ട്രെയിൻ അങ്ങനെ പറയാം. ബസ് കിട്ടിയില്ല എങ്കിൽ ട്രെയിൻ ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് എന്തിൽ പോകാം? ട്രെയിനിൽ പോകാം. അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്തിൽ പോകാം? ബസ്സിൽ പോകാം. ബസ് ഓർ ട്രെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. യാത്ര ചെയ്യുക എന്ന ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് ഗുഡ്സ് ആണ് ട്രെയിൻ ഓർ ബസ് അല്ലെങ്കിൽ കാർ ഓർ ബസ് അല്ലേ? അത്. മറ്റൊന്ന് ഷൂ ഓർ ചപ്പൽ. നമ്മുടെ ഷൂവിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമുക്ക് ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം? നമ്മുടെ സ്ലിപ്പർ അല്ലെങ്കിൽ ചപ്പൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അപ്പോൾ ഷൂ ഓർ ചപ്പൽ. അപ്പൊ എന്താണ്? ടീ ഓർ കോഫി, ബസ് ഓർ ട്രെയിൻ, അതുപോലെ ഷൂ ഓർ ചപ്പൽ, പെൻ ഓർ പെൻസിൽ. പേന അഥവാ നമുക്ക് എന്താണ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം? പെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പെൻ ഓർ പെൻസിൽ. ഇതൊക്കെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒന്നിന് പകരം മറ്റൊന്ന്. അതായത് ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒന്നിന് പകരം മറ്റൊന്ന്. ഇപ്പൊ ഫുട്ബോളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ? ഒരാൾക്ക് പകരം ഒരാളെ പിൻവലിച്ചിട്ട് അയാൾക്ക് പകരം മറ്റൊരു കളിക്കാരനെ ഇറക്കുന്നത്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്, പ്രതിസ്ഥാപനം. അപ്പോ ഇവിടെ പറഞ്ഞ എന്താണ്? ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒന്നിന് പകരം മറ്റൊന്ന് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആ പ്രതിസ്ഥാപന വസ്തുക്കൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഓർത്തിരിക്കുക. കോഫി ഓർ ടീ, പെൻ ഓർ പെൻസിൽ, ഷൂ ഓർ ചപ്പൽ. പിന്നെന്താ ഒന്നുകൂടി പറഞ്ഞത്? പിന്നെ ഷൂ ഓർ ചപ്പൽ, പെൻ ഓർ പെൻസിൽ, കോഫി ഓർ ടീ, ബസ് ഓർ ട്രെയിൻ. ഇതൊക്കെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒരാവശ്യത്തെയാണ് അത് തൃപ്തിപ്പെടുത്തുന്നത്. അത് എങ്ങനെയാണ് ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇവയുള്ള റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ടീയും കോഫിയും തന്നെ എടുക്കാം. ഇപ്പൊ ടീയുടെ പ്രൈസ് കൂടുന്നു എന്ന് സങ്കല്പിക്കുക. ടീയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. വില ഭയങ്കരമായി കൂടുന്നു. തേയിലയുടെ വില കൂടുന്നു. അപ്പൊ തേയിലയുടെ വില ഭയങ്കരമായി കൂടുമ്പോൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വാങ്ങാൻ പറ്റി എന്ന് വരില്ല. ഇപ്പൊ 1 രൂപ 2 രൂപയൊക്കെ കൂടിയാൽ കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് ടീയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു 20 രൂപയോ 30 രൂപയോ കൂടുന്നു എന്ന് വിചാരിക്കും. അപ്പൊ സാധാരണക്കാരെ പോലെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? ടീയുടെ ഡിമാൻഡ് കുറച്ചിട്ട് പകരം അവരെന്ത് യൂസ് ചെയ്യും? കോഫി പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ കോഫി യൂസ് ചെയ്യും അല്ലേ? അപ്പൊ ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ കോഫിയുടെ ഡിമാൻഡ് ആണ് കൂടിയത്. അപ്പോ കോഫിയുടെ ഡിമാൻഡ് കൂടാൻ കാരണം എന്താണ്? അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടീയുടെ പ്രൈസ് ആണ്. അതുകൊണ്ടാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇവിടെ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം എന്താണ്? ടീയുടെ പ്രൈസ് കൂടിയതാണ്. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ ടീ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ എന്ത് ചെയ്തു? ടീയുടെ ഡിമാൻഡ് കുറച്ചിട്ട് പകരം എന്ത് യൂസ് ചെയ്തു? കോഫി യൂസ് ചെയ്തു അല്ലേ? കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയതുകൊണ്ടാണ് യൂസ് ചെയ്തത്. അല്ലാതെ വേറൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ടീക്ക് പകരം വേറെ ഒരു നമുക്ക് പിന്നെ ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് പെപ്സി മേടിച്ച് കുടിക്കാൻ പറ്റും? ടീ സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് പെപ്സിയാണോ നമ്മൾ കുടിക്കുന്നത്? അല്ലെങ്കിൽ കൊക്കക്കോളയാണോ കുടിക്കുന്നത്? അല്ല. നമുക്ക് എന്തേ പറ്റൂ? കോഫി മാത്രമേ അവിടെ പ്രതിസ്ഥാപന വസ്തുവായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ടീക്ക് പകരം ഏത് യൂസ് ചെയ്യും? കോഫി. അപ്പൊ കോഫിയുടെ ഡിമാൻഡ് കൂടാൻ കാരണം കോഫിയുടെ പ്രൈസ് അല്ല. അതാണ് ഓർക്കേണ്ടത്. കോഫിയുടെ ഡിമാൻഡ് കൂടാൻ കാരണം കോഫിയുടെ പ്രൈസ് അല്ല, മറിച്ച് ടീയുടെ പ്രൈസ് ആണ്. അപ്പൊ അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോ കോഫിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഗുഡാണ് ടീ എന്ന് പറയുന്നത്. അപ്പൊ ടീയുടെ പ്രൈസ് ഏതിനെ അഫക്ട് ചെയ്തു? കോഫിയുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്തു. ശരിയല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കിയേ, ടീയുടെ പ്രൈസ് കൂടി, കോഫിയുടെ ഡിമാൻഡ് കൂടി. ടീയുടെ പ്രൈസ് കൂടിയപ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടി. അപ്പൊ രണ്ടും എന്ത് റിലേഷൻ ആണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അവിടെ ഉള്ളത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? സെയിം റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. 1 മാർക്കിന് ചോദിക്കും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ആ കോഫിയും ടീയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഓർത്തിരിക്കുക. വേറൊരു എക്സാമ്പിൾ പറയാം. ഷൂവിന്റെ പ്രൈസ് ഭയങ്കരമായി കൂടുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഷൂവിന് പകരം നമ്മൾ ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും? ചപ്പൽ അഡ്ജസ്റ്റ് ചെയ്യും.
അപ്പൊ ചപ്പലിന്റെ ഡിമാൻഡ് കൂടില്ലേ? അപ്പൊ ചപ്പലിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം ഏതിന്റെ പ്രൈസ് ആണ്? ഷൂവിന്റെ പ്രൈസ് ആണ്, അല്ലേ? ഇനി ട്രെയിൻ ചാർജ് ഭയങ്കരമായി കൂടുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, ട്രെയിൻ ചാർജ് ഭയങ്കരമായി കൂടുന്നു. നമ്മൾ അതിന് പകരം ഏത് ബസ് യാത്ര നമ്മൾ ഫോളോ ചെയ്യും, അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ബസ് യാത്രയെ പിന്നെന്താണ് കൂടുതൽ ആശ്രയിക്കുന്നു. അപ്പോ അവിടെ എന്താണ്? ബസ് യാത്ര നമ്മൾ ആശ്രയിക്കാൻ അതിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം ഏതാണ്? ട്രെയിൻ ചാർജ് വർദ്ധിച്ചതാണ്, ട്രെയിൻ ടിക്കറ്റ് ചാർജ് വർദ്ധിച്ചതാണ്. അപ്പൊ ഇതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പൊ അതിന്റെ ബന്ധം ഓർത്തിരിക്കുക, പോസിറ്റീവ് റിലേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ ആണല്ലോ? ഇനിയുണ്ട് കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രത്യേകത, നമ്മൾ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ഫോർ സാറ്റിസ്ഫൈങ് എ നീഡ്. അതായത് ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് മാത്രം ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അങ്ങനെയല്ല. എ ഓർ ബി, ബി ഓർ എ, എക്ക് പകരം ബി അല്ലെങ്കിൽ ബിക്ക് പകരം എ, ടീക്ക് പകരം കോഫി, കോഫിക്ക് പകരം ടീ ഉപയോഗിക്കാം, അല്ലെ? ഷൂവിന് പകരം ചപ്പൽ, അതാണ്. അല്ലാതെ ഷൂവും ചപ്പലും കൂടെ ഒരുമിച്ച് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരുമിച്ച് ആരെങ്കിലും ഇട്ടോ പിന്നെ ഷൂ ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ ആ ചപ്പൽ കൂടി ഇട്ടുകൊണ്ട് നടക്കില്ലല്ലോ, ഇല്ല. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ്സ് അതല്ല, പരസ്പരം റിലേഷൻ ഉള്ള ഗുഡ്സ് ആണ്. അവ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഒരാവശ്യം തൃപ്തിപ്പെടുത്താം, ഓരോന്നോരോന്നായി ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കാർ ആൻഡ് പെട്രോൾ. പെട്രോൾ മാത്രമായിട്ട് നമ്മൾ കന്നാസിൽ വീട്ടിൽ മേടിച്ച് വെച്ചേക്കൂ? ഇല്ല. കാർ മാത്രമായിട്ട് ഓടുക, അതിനകത്ത് പെട്രോൾ ഒഴിക്കാതെ അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കാതെ കാർ മാത്രമായിട്ട് ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ഇലക്ട്രിക് കാർ ഉണ്ട്, അതൊരു ഓപ്ഷനാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വ്യാപകമായിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കളയുന്നു. ഇപ്പൊ പെട്രോൾ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഡീസൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ എന്താണ്? കാറ് പെട്രോൾ ഒരുമിച്ചല്ലേ ഉപയോഗിക്കുന്നത്? സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലല്ലോ, ഒരുമിച്ച് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. കാർ പെട്രോൾ. ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡും ജാമും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ജാം കിട്ടിയാൽ നമ്മൾ മാത്രം മിണുങ്ങുന്ന ആൾക്കാരും ഈ കൂട്ടത്തിൽ കാണും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നാൽ സാധാരണ ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്താണ്? ബ്രെഡും ജാമും കൂടി ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ബ്രെഡ് ആൻഡ് ജാം. പെൻ ആൻഡ് ഇങ്ക്, പേനയും മഷിയും. നമ്മളെ പഴയ ഹീറോ പേനയിലൊക്കെ എന്താണ്? മഷി മേടിച്ചിട്ട് ഫില്ല് ചെയ്യുന്നതല്ലേ? ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പെൻ ആൻഡ് ഇങ്ക്, ഇത് ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോംപ്ലിമെന്ററി ഗുഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പെൻ ആൻഡ് ഇങ്ക്, ബ്രെഡ് ആൻഡ് ജാം, പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞല്ലോ, കാർ ആൻഡ് പെട്രോൾ, അല്ലെ? ലോക്ക് ആൻഡ് കീ, അല്ലെ? പൂട്ടും താക്കോലും ഒരുമിച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലോക്ക് ആൻഡ് കീ, ഇതൊക്കെ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെന്റ്. ഷൂ ആൻഡ് സോക്സ്, ഷൂവും സോക്സും. അല്ലാതെ സോക്സ് മാത്രമാണ് ഇട്ടുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? എന്ത് വേണം? ഷൂ മാത്രമാണ്. രണ്ടും കൂടി ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ഷൂ ആൻഡ് സോക്സ്. ഷൂ ആൻഡ് ചപ്പലാകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഷൂ ആൻഡ് സോക്സ്, ഇതൊക്കെ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. പൂരക വസ്തുക്കളാണ്. ഇതെങ്ങനെയാണ് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പെട്രോളിന്റെ വില കൂടുന്നു എന്ന് സങ്കല്പിക്കുക. പെട്രോളിന്റെ പ്രൈസ് ഹൈ ആണ്. അപ്പോൾ ആളുകൾ കാർ വാങ്ങാൻ നിൽക്കുന്നവരെന്ത് ചെയ്യും? ഒന്ന് അറയ്ക്കും, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങും. അപ്പോൾ കാറിന്റെ ഡിമാൻഡ് കുറയത്തില്ലേ? കുറയും. പെട്രോളിന്റെ വിലയൊക്കെ ഭയങ്കരമായി കൂടുമ്പോൾ എനിക്കറിയാം, ഇപ്പോൾ പെട്രോളിന്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? കാറ് വിറ്റ സംഭവങ്ങൾ വരെയുണ്ട്. കാരണം എന്താണ്? പെട്രോൾ അടിക്കാൻ നിവർത്തിയില്ലാതെ കാറ് വിറ്റ ആൾക്കാർ വരെയുണ്ട്. കാരണം പെട്രോളിന്റെ വില ഭയങ്കരമായി കൂടുന്നുണ്ട്. അപ്പോ അവരെ പെട്രോളിന്റെ പ്രൈസ് കൂടിയപ്പോൾ മറുവശത്ത് കാറിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോ എന്താണ്? ഒരു വശത്ത് പെട്രോളിന്റെ വില കൂടി, കാറിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ വില കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു. എന്ത് റിലേഷൻ ആണ്? ഇൻവേഴ്സ് റിലേഷൻ, നെഗറ്റീവ് റിലേഷൻ ആണ്. എന്നാൽ ഓർക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ഇവിടെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. നെഗറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ ബ്രെഡിന്റെ വില കൂടുന്നു എന്ന് സങ്കല്പിക്കുക. ബ്രെഡിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ബ്രെഡിന്റെ ഡിമാൻഡ് കുറയും. അതുവഴി ഏതിന്റെ ഡിമാൻഡും കുറയും? ജാമിന്റെ ഡിമാൻഡും. അപ്പൊ ബ്രെഡിന്റെ പ്രൈസ് കൂടിയാൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ആ ബ്രെഡിന്റെ പ്രൈസ് കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ബ്രെഡിന്റെ ഡിമാൻഡ് കുറയുന്നു, അല്ലെ? അപ്പോ ഏതിന്റെ ഡിമാൻഡും കുറയും? ആ ജാമിന്റെ ഡിമാൻഡും കുറയും. കാരണം ബ്രെഡിന്റെ പ്രൈസ്, ബ്രെഡ് കൂടുതൽ മേടിച്ചിട്ടല്ലേ ജാം കുടിക്കാൻ പറ്റും. അപ്പൊ പെട്രോളിന്റെ പ്രൈസ് കൂടുന്നത് പോലെ ബ്രെഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ
ജാമിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ജാമിന്റെ ഡിമാൻഡ് കുറയും. കാരണം ബ്രെഡ് കുറച്ചല്ലേ വാങ്ങത്തുള്ളൂ ബ്രെഡിന്റെ പ്രൈസ് കൂടിയാൽ. അപ്പൊ ജാമിന്റെ ഡിമാൻഡ്, അപ്പൊ ബ്രെഡിന്റെ പ്രൈസും ജാമിന്റെ ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? നെഗറ്റീവ് റിലേഷൻ ആണ്. നെഗറ്റീവ് റിലേഷൻ. അതുപോലെ ഷൂവിന്റെ പ്രൈസ് കൂടുന്നു, സോക്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. സോക്സ്, കാരണം ഷൂ കുറച്ചേ ആളുകൾ മേടിക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? സോക്സിന്റെ ഡിമാൻഡ് കുറയും. അപ്പൊ അവിടെ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, നെഗറ്റീവ് റിലേഷൻ. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ് അല്ലെ? നേർദിശയിലുള്ള ബന്ധമാണ്, നേർരേഖാ ബന്ധമാണ്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ എന്ത് ബന്ധമാണുള്ളത്? നെഗറ്റീവ് റിലേഷൻ ആണുള്ളത്, വിപരീത ബന്ധമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സാമ്പിൾ എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അഭിരുചിയും താല്പര്യവും. ഉപഭോക്താവിന്റെ അഭിരുചി, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ചില സാധനങ്ങൾക്ക് നമ്മൾ വില നോക്കാറില്ല, നമ്മുടെ കയ്യിലുള്ള ഇൻകം നോക്കാറില്ല. ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ കടം മേടിച്ചു പോലും മേടിക്കും. എപ്പോഴാണ്? നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. ചില ഡ്രസ്സുകൾ അങ്ങനെയാണ്, വാച്ചുകൾ അങ്ങനെയുള്ളതുണ്ട്, മൊബൈൽ ഫോണുണ്ട്, വാഹനം അല്ലെ, ടെലിവിഷൻ, ഇതൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ചില ഉൽപ്പന്നത്തെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായ ഇഷ്ടമുണ്ടെങ്കിൽ അവർ കടം മേടിച്ചു പോലും ഉപയോഗിക്കും. അവിടെ അവരുടെ പ്രൈസ് നോക്കില്ല, ഇൻകം നോക്കില്ല, ഒന്നും നോക്കില്ല. അവരെന്ത് ചെയ്യും? അവിടെ ആ ഡിമാൻഡ് അവിടെ കൂടുതലായിട്ട് ആ സാധനങ്ങൾ മേടിക്കും. ഇപ്പൊ മൊബൈൽ ഫോൺ വില കൂടിയതാണെങ്കിൽ ചില ഫോൺസ് എന്ത് ചെയ്യും? കടം മേടിച്ച് പോലും ആളുകൾ വാങ്ങാറുണ്ട്. അതുപോലെ ഡ്രസ്സ് അവർ വാങ്ങാറുണ്ട്. കാര്യം എന്താണ്? അത്രത്തോളം താല്പര്യം, അത്രത്തോളം ഇഷ്ടം, അഭിരുചിയും താല്പര്യവും ഉണ്ട് എങ്കിൽ, ആ പ്രോഡക്റ്റിനോട് അത്രത്തോളം താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഉൽപ്പന്നം കൂടുതലായി വാങ്ങാൻ ശ്രമിക്കും. മനസ്സിലായല്ലോ? ഇതാണ് എന്തെന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പൊ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുകയാണെങ്കിൽ, ഒരു ഉൽപ്പന്നത്തോട് നമുക്ക് അഭിരുചിയും താല്പര്യവും കൂടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് ചിലപ്പോൾ വെറുതെ നിന്നാലും ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കില്ല. കാരണം എന്താണ്? നമുക്ക് ഒട്ടും താല്പര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. മനസ്സിലാവുമല്ലോ? ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ക്ലൈമറ്റ് കണ്ടീഷൻസ്, അതുപോലെ ഗവൺമെന്റ് പോളിസി, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയാൽ മതി. ഈ 4 പോയിന്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റ് മീൻസ് ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ ചില പ്രത്യേക പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കൂടും. ഫോർ എക്സാമ്പിൾ റെയിൻ കോട്ട്, അതുപോലെ അംബ്രല്ല, ഇതിന്റെയൊക്കെ ഡിമാൻഡ് കൂടത്തില്ലേ? അതുപോലെ തണുപ്പ് സീസൺ ആകുമ്പോൾ ചില പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കുറയും. ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം. അപ്പൊ ഇതിന്റെയൊക്കെ എന്താണ്? ആ തണുപ്പ് സീസൺ ആകുമ്പോൾ ഐസ്ക്രീമിന്റെ ഒക്കെ ഡിമാൻഡ് കുറയും. അത് സ്വാധീനിച്ചത് ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ വെതർ കണ്ടീഷൻ ആണ്. അതുപോലെ ഗവൺമെന്റ് പോളിസി, ഇതൊക്കെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.